സംവിധായകൻ മേജർ രവിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. പൃഥ്വിരാജിനെ ആദ്യം അഭിനന്ദിച്ച മേജർ രവി തന്നെ ഓന്തിനെ നാണിപ്പിക്കും വിധമാണ് പിറ്റേ ദിവസം നിറം മാറിയതെന്ന് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദത്തിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും ഇയാൾക്ക് കഴിഞ്ഞു. ഇയാൾ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് വിശ്വസിക്കുന്നില്ല. ഇതുപോലെയുള്ള സ്വലാഭം ലക്ഷ്യം വെച്ച് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ സ്വരം ലാലേട്ടന്റെ സ്വരമായി കണക്കാക്കാതെ ഇരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംഘടന പങ്കുവച്ച പോസ്റ്ററിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. നമസ്കാരം. ഏറെക്കാലത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തിരശ്ശീലയിലേക്കെത്തിയ ചിത്രമാണ് L2. എമ്പുരാൻ ചിത്രം റിലീസ് ചെയ്തതു മുതൽ വിവാദങ്ങൾക്കും തിരികൊളുത്തി. മലയാളക്കര ഇന്നുവരെ കാണാത്ത രീതിയിൽ ചിത്രം തരംഗം സൃഷ്ടിച്ച സമയം രാപ്പകൽ സിനിമയ്ക്ക് ഒപ്പം നിന്ന ഫാൻസ് അടക്കമുള്ള സിനിമാ പ്രവർത്തകർക്കും സിനിമാ സ്നേഹികൾക്കും പ്രഹരം എന്ന രീതിയിലാണ് ലാലേട്ടന്റെ സിനിമകൾ എടുത്ത രവി സംവിധായകന്റെ ലൈവ് ഷോ വരുന്നത്. എമ്പുരാൻ സിനിമ അണിയറ പ്രവർത്തകർക്കും ഫാൻസുകാർക്കും ഒപ്പം കണ്ട ശേഷം ലോകോത്തര നിലവാരമുള്ള സിനിമ ആണ് എന്നും സംവിധായകൻ പൃഥ്വിരാജിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. ചാനലിൽ റിവ്യൂ പറഞ്ഞ അദ്ദേഹം പിറ്റേ ദിവസം ഓന്തിനെയും നാണിപ്പിക്കുന്ന വിധത്തിൽ നിറം മാറി വന്ന് സിനിമയെയും സംവിധായകനെയും വിമർശിച്ചത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ മറക്കരുത്. കൂടാതെ എല്ലാ ഭാഗത്തു നിന്നും പ്രഷറിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണെന്ന് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും ഇയാൾക്ക് കഴിഞ്ഞു. ഇയാൾ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇയാളുടെ സ്വന്തം താല്പര്യം ലാലേട്ടന്റെ താല്പര്യമാണെന്ന് പറഞ്ഞ് നടക്കുന്ന മാധ്യമങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ലാലേട്ടൻ സുഹൃത്തുക്കളെ അത്രമേൽ സ്നേഹിക്കുന്നു. അതിനാൽ അവരാൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് തെറിക്കുന്ന ചെടികൾ അദ്ദേഹം കണ്ടില്ല എന്ന് വെക്കാറാണ് പതിവ്. നല്ല സൗഹൃദങ്ങൾ നമുക്ക് നന്മകൾ കൊണ്ടുവരും. മറിച്ചായാൽ അതാകും ലോകത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ നമ്മളെ എത്തിക്കുന്നതും. മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയാൻ ഉണ്ടെങ്കിൽ അത് പറയുക തന്നെ ചെയ്യും. അതിനെ സിനിമയിൽ എന്ന പോലെ ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ?